ഇന്നത്തെ ടോപ്പിക് നമ്മൾ കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് എന്തൊക്കെ സംഭവിക്കാമെന്ന് ഒരു എക്സ്പ്ലനേഷനാണ്. നമ്മുടെ ശരീരം നടക്കാനും നിൽക്കാനും ഉണ്ടാക്കിയിട്ടുള്ളത്, ഇരിക്കാനല്ല. ഇത് രണ്ട് പാർട്ടായിട്ടാണ്. ആദ്യം നമ്മുടെ ലോവർ ബോഡീനെ പറ്റിയും കാലിനെ പറ്റിയും പിന്നെ നമ്മൾ അപ്പർ ബോഡീനെ പറ്റിയും. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ ആങ്കിൾ ജോയിൻറ്റ്, മുട്ടും ഹിപ്പ് ജോയിൻറ്റും മടങ്ങും. ഇത് മടങ്ങാൻ പാടില്ല. എസ്പെഷ്യലി നമ്മളുടെ ഹിപ്പ് ജോയിൻറ്റും നീ ജോയിൻറ്റും നേരെ നിൽക്കാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നമ്മൾ കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മളുടെ കാഫ് മസിൽസ്, അത് കാലിൻ്റെ മസിൽസും മുട്ടിന് ചുറ്റുമുള്ള മസിൽസും പിന്നെ നമ്മളുടെ ഹിപ്പ് ജോയിൻറ്റ് മസിൽസും ചുരുങ്ങിപ്പോവും, ടൈറ്റ് ആവും. ഇത് ടൈറ്റ് ആവാൻ പാടില്ല. ഇവരുടെ മെയിൻ ഫങ്ഷൻ തന്നെ സ്ട്രേറ്റ് ആയി കിട്ടാനാണ്. സോ സ്ട്രേറ്റ് ആയ മസിൽ ടൈറ്റ് ആയാൽ എന്താ പറ്റുക, അത് എല്ലിനെ ബാധിക്കാൻ തുടങ്ങും. എല്ലിൻ്റെ ജോയിൻറ്റ്സിൻ്റെ ഇടയിൽ ലോഡിങ് കൂടും. സോ മുൻവശത്തെ മസിൽസ് ടൈറ്റ് ആവും, ബാക്ക് വശത്തെ മസിൽസ് ലൂസ് ആവുമ്പോൾ നമ്മളുടെ നട്ടലും നമ്മളുടെ സേക്രം, അതായത് ഇടുപ്പിൻ്റെ എല്ലിൻ്റെ ഇടയിൽ ഒരു എല്ലുണ്ട്, അതിൻ്റെ ഇടയിൽ ജോയിൻറ്റ് ഇംബാലൻസ് വരും. ജോയിൻറ്റ് ഇംബാലൻസ് വരുമ്പോൾ എന്താ പറ്റുക, അതിൻ്റെ അലൈൻമെൻറ്റ് തെറ്റും. നട്ടലിൻ്റെ ഇടയിൽ അലൈൻമെൻറ്റ് തെറ്റിയാൽ എന്താ പറ്റുക, ഡിസ്ക് തെറ്റും. ഡിസ്ക് തെറ്റിയാൽ അത് ഞരമ്പിൽ ബാധിക്കും. ഞരമ്പ് മാത്രമല്ല, ചുറ്റുമുള്ള മസിൽസും വീക്കാവാൻ തുടങ്ങും. അതാണ് ഈ ബാക്ക് പെയിൻ്റെ കാരണം. സോ നമുക്കിപ്പോൾ അപ്പർ ബോഡിയിലേക്ക് പോവാം. സെയിം പ്രിൻസിപ്പിൾ. കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മളുടെ രണ്ട് ഷോൾഡർ ഇങ്ങനെ മുമ്പിലേക്ക് പോകും. മുൻവശത്തെ മസിൽസ് ടൈറ്റ് ആവും, ബാക്കിലത്തെ അതായത് നമ്മുടെ നെഞ്ചിൻ്റെ ബാക്ക് മസിൽസ് ലൂസാവും. അങ്ങനെ ലൂസാവുമ്പോൾ നമ്മളെ കഴുത്ത് ഇങ്ങനെ മുമ്പിലേക്ക് പോകും. സോ അത് നെക്ക് പെയിൻ വരും, ഷോൾഡർ പെയിൻ വരും. നമ്മളുടെ ഈ നട്ടിൽ, നമ്മളുടെ ബാക്കിൻ്റെ എല്ല് പോലെ നമുക്ക് എവിടെയും ഒരു നട്ടില്ല, നമ്മൾ തൊറാസിക് സ്പൈൻ എന്ന് പറയും, അത് വളയാൻ തുടങ്ങും. സോ അത് വളയുമ്പോൾ എന്താ പറ്റുക, നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ മസിൽസ് ലൂസാവാൻ തുടങ്ങും. ലൂസായാൽ നമ്മൾ കഴുത്ത് മുമ്പിലേക്ക് പോകും. കഴുത്ത് മുമ്പിലേക്ക് പോയാൽ എന്താ പറ്റുക, ഇവിടുത്തെ ഡിസ്കും പ്രശ്നം വരാൻ തുടങ്ങും. കൈയിലേക്ക് ഇങ്ങനെ തരിപ്പ് വരാൻ തുടങ്ങും. അപ്പർ ബാക്ക് പെയിനും വരാൻ തുടങ്ങും. സോ ഇൻ ഷോർട്ട്, ഇരിക്കുന്നത് നല്ലതല്ല. അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം നമുക്ക് കറക്റ്റായിട്ട് ഇരിക്കുന്ന രീതികൾ എങ്ങനെയാണെന്ന്.